വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപനും വിധവയും. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ദൈവവുമായിട്ട് മനുഷ്യൻ പുലർത്തേണ്ട മനോഭാവവും പ്രവർത്തന ശൈലിയും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മനോഭാവം എന്തായിരിക്കണമെന്നും അവന്റെ പ്രവർത്തന ശൈലി എങ്ങനെയുള്ളതായിരിക്കണമെന്നും അവനെ ബോധ്യപ്പെടുത്തുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി യേശു പറഞ്ഞ ഒരു കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. യേശു ഈ കഥയിൽ കൂടി അവതരിപ്പിക്കുന്ന ന്യായാധിപൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വിശ്വാസം ഇല്ലാത്തവനാണ്. ധർമ്മത്തിനും സത്യത്തിനും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. അദ്ദേഹത്തിന്റെ അടുത്താണ് നീതിപൂർവം സാധിച്ചു കിട്ടേണ്ട ഒരു കാര്യത്തിനായി വിധവയും വൃദ്ധയുമായിട്ടുള്ള ഒരു സ്ത്രീ ഒരു അപേക്ഷയുമായിട്ട് ചെല്ലുന്നത്. ന്യായാധിപനെ സംബന്ധിച്ച് ധർമ്മത്തിലും നീതിയിലും ഒന്നും വിശ്വാസം ഇല്ലാത്ത നിലയ്ക്കും ഈ വിധവയെ നിരാകരിച്ചതുകൊണ്ട് യാതൊന്നും തനിക്ക് സംഭവിക്കാനില്ല എന്ന് ഉത്തമബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലും ഈ വിധവയ്ക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്തു കൊടുത്ത് വിധവ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സാധ്യതമാക്കാൻ ഇടവരുത്തിയാൽ എന്തെങ്കിലും വിധവയിൽ നിന്ന് പാരിതോഷികം തനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടും ആ ന്യായാധിപൻ ആ അപേക്ഷ നിരസിക്കാനാണ് സാധ്യത. ആ ന്യായാധിപൻ ആ അപേക്ഷ തീർത്തും നിരസിക്കുകയും ചെയ്തു. പക്ഷേ യേശു നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ആ വിധവ തന്റെ അപേക്ഷ നിരസിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിരാശപ്പെട്ട് പിൻവാങ്ങാൻ ഉദ്ദേശിച്ചില്ല. വീണ്ടും വീണ്ടും ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടെ ആ ന്യായാധിപനെ സമീപിച്ചുകൊണ്ടിരുന്നു. പല പ്രാവശ്യം ഈ ഒരു കാര്യത്തിന് വേണ്ടി ന്യായാധിപനെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ന്യായാധിപനെ ഒരു ശല്യം എന്ന രീതിയിലാണ് വിധവയുടെ പ്രവർത്തനം തോന്നിയത്. അതുകൊണ്ട് ആ ശല്യം പോകട്ടെ എന്നുള്ള രീതിയോടുകൂടെ ന്യായാധിപൻ ആ വിധവയുടെ ആവശ്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. യേശു ഇത്രയ്ക്കും പറഞ്ഞു വെച്ച് കൊണ്ട് തുടർന്ന് കഥയുടെ 2ാം പകുതിയിലേക്ക് കടക്കുകയാണ്. യേശു പറയുന്നു, മക്കളെ, നിങ്ങളുടെ പിതാവായ ദൈവം നീതിരഹിതനായിട്ടുള്ള ഒരു ന്യായാധിപനല്ല. സത്യത്തിലും നീതിയിലും വിശ്വസിക്കുക തന്നെയല്ല അതിന്റെ സാക്ഷാൽ സ്രോതസ്സുമാണ്. നിങ്ങളോട് യാതൊരു എതിരും യാതൊരു പക്ഷപാതവും കാണിക്കാൻ ആഗ്രഹിക്കാത്ത നീതിനിഷ്ഠമായിട്ടുള്ള ഒരു വിധിയാളനാണ് നിങ്ങളുടെ പിതാവ്. നിങ്ങളാണെങ്കിൽ അവിടുത്തെ മക്കളുമാണ്. ഇത്രയേറെ ബന്ധപ്പെടുകയും ഇത്രയേറെ താല്പര്യത്തോടു കൂടി നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇടവരികയും ചെയ്യുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ അറിയിച്ചാൽ തീർച്ചയായിട്ടും ആ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയില്ലേ? ഇത്രയും നീതിരഹിതനായിട്ടുള്ള ഒരു ന്യായാധിപൻ ഒരു തരത്തിലും തന്റെ
ജോലിക്കൊരു ഭീഷണി പോലും ആകാൻ ഇടവരാത്ത ആ വിധവയും വൃദ്ധയുമായിട്ടുള്ള ആ സ്ത്രീയുടെ അപേക്ഷ സ്വീകരിക്കാനിടവന്നു, അത് പരിഹരിക്കാനിടവന്നു എന്നുവരികിൽ നിങ്ങളുടെ കാര്യം എത്രയോ പരിഗണനയോടുകൂടെ, എത്രയോ താല്പര്യത്തോടുകൂടെ പിതാവായ ദൈവമാകുന്ന ന്യായാധിപൻ പ്രവർത്തിക്കാനിടവരും എന്ന് യേശു തന്റെ അനുയായികളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ഒരിക്കലും നിരാശരാകാതെ, ഒരിക്കലും ബദ്ധാശരാകാതെ ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടെ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവിനെ അറിയിക്കുവാൻ മക്കളെ. തീർച്ചയായും അവിടുന്ന് അവ പരിഹരിക്കുന്നതിനുള്ള മാർഗം നിങ്ങൾക്കായി കാണിച്ചു തരും എന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് നമുക്ക് കരുതാം.